ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസായ ബൾബ് ഉണ്ടാവും. ഇപ്പോൾ LED ബൾബുകൾ ഇതിപ്പോൾ ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞ പാട് ഫ്യൂസായി. അപ്പോൾ ജസ്റ്റ് നമ്മളത് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എങ്ങനെ ഫ്യൂസായ ബൾബ് പെട്ടെന്ന് ഫിക്സ് ചെയ്യുക, നമുക്ക് വീണ്ടും ഒരുപാട് കാലം ഉപയോഗിക്കുക, അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ ടോപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്യാം. അത് വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് എന്തായാലും തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് കാണാം. അതിൽ ഒരുപാട് LEDs ഉണ്ട്. അപ്പോൾ അതിലൊരു LED ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ട്. അപ്പോൾ അതിനാണ് പ്രശ്നം. അങ്ങനെ പ്രശ്നമുള്ള LEDക്ക് അങ്ങനെ ബ്ലാക്ക് ഡോട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് നമ്മൾ കൈയ്യറ്റ് അത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കാൻ നോക്കട്ടെ. ചിലത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കൈയ്യറ്റ് കിട്ടിയില്ല. അപ്പോൾ സ്ക്രൂ ഡ്രൈവറായിട്ടൊന്ന് അടർത്തിയിട്ട് അതൊന്ന് സ്മൂത്ത് ആക്കി അവിടെ. ഇനി നമ്മളൊരു ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ കോപ്പർ വയർ എടുത്തിട്ട് അങ്ങനെ ചുരുട്ടിയിട്ട് അവിടെ വെച്ചാലും മതി. അതല്ല സോൾഡറിങ് ആയൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് സോൾഡർ ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോയിൽ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഫോയിൽ പേപ്പർ അവിടെ ചുരുട്ടി വെച്ചിട്ട് ഒരു സെല്ലോ ടൈപ്പ് അത് ഒട്ടിച്ചിട്ടു. ഇനി അത് റെഡി ആയിക്കണമെന്ന് നമുക്കൊന്ന് ഒരു ബൾബ് ഹോൾഡറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ജസ്റ്റ് ബൾബ് ഹോൾഡറിൽ വെച്ചിട്ട് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടോ. യെസ്, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഒന്ന് വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതും സക്സസ് ആണ്, സെറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. വീട്ടിൽ ഫ്യൂസായ ബൾബ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.